എല്ലാവർക്കും നമസ്കാരം. ഈ 2025 നിങ്ങളൊരു നല്ല പാരൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു നല്ല കുട്ടിയെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഒരു നല്ല കുട്ടിയെ വളർത്തിയെടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഒരു നല്ല പാരൻ്റ് ജനിക്കണം. അങ്ങനെ നിങ്ങൾ നല്ല പാരൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു 6 കാര്യങ്ങൾ, അതായത് ഒരു 6 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് 6 ചോദ്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തേത്, ഈ വർഷം എൻ്റെ കുഞ്ഞിനെ ഞാൻ അവൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പ്രായത്തിനനുസരിച്ച് ആദരവ് നൽകും എന്ന തീരുമാനം എടുക്കുമോ? നമ്മുടെ വീട്ടിലുള്ള കുട്ടി ഏത് പ്രായക്കാരോ ആയിക്കോട്ടെ, അവരുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യമാണ്, പ്രായത്തിനനുസരിച്ച് ചുമതലകൾ നൽകുമോ എന്നുള്ളത്. നമ്മുടെ വീട്ടിലെ 4 വയസ്സായ ഒരു കുട്ടിയാണെങ്കിൽ ആ 4 വയസ്സിൽ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടിയെ ഏൽപ്പിക്കുമോ എന്നുള്ളതാണ്. അതായത് 4 വയസ്സായ ഒരു കുട്ടിക്ക് ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കാൻ സാധിക്കും, ഒറ്റയ്ക്ക് പാത്രം കഴുകാൻ സാധിക്കും അല്ലേ? അങ്ങനെ അറ്റ്ലീസ്റ്റ് കുട്ടിക്ക് ആ ഒരു പ്രായത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ റെഡിയാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രായത്തിനനുസരിച്ച് അവരോട് സംസാരിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ച്, അതായത് 1 വയസ്സായ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയോട് ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഈ കുട്ടിക്ക് 8 വയസ്സാകുമ്പോൾ ആ 8 വയസ്സായ രീതിയിലായിരിക്കണം കുട്ടിയോട് സംസാരിക്കേണ്ടത് അല്ലേ? അതല്ലാതെ അപ്പോഴും 3 വയസ്സ് 4 വയസ്സായ കുട്ടികളോട് ചെയ്യുന്ന അതേ രീതിയിലുള്ള പെരുമാറ്റമല്ല നമ്മൾ ചെയ്യേണ്ടത്. 13 വയസ്സായ കുട്ടിയാകുമ്പോൾ ആ കുട്ടി മുതിർന്ന കുട്ടിയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി മാറണം. ഇത്തരത്തിൽ അവരോട് പ്രായത്തിനനുസരിച്ച് നിങ്ങൾ സംസാരിക്കാമോ എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത്, പ്രായത്തിനനുസരിച്ച് സ്ഥാനം അവർക്ക് നൽകുമോ എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു 13 വയസ്സായ ഒരു കുട്ടിയുണ്ടെങ്കിൽ അല്ലേ, അത്യാവശ്യം എല്ലാ ചുമതലകളും കുട്ടിയെ ഏറ്റെടുക്കാനായി അല്ലേ? അപ്പോൾ ആ കുട്ടിയെ അത്തരത്തിൽ അവൻ്റെ ചുമതലകളെല്ലാം നിർവഹിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സഹായിക്കുമ്പോഴും തൻ്റെ മുതിർന്നവരോട് ബഹുമാനം കാണിക്കേണ്ടതുണ്ട് എന്ന് അവരുടെ ഇളയ സഹോദരങ്ങളെ ബോധ്യപ്പെടുത്തുമോ എന്നുള്ളതാണ്. അതായത് മുതിർന്ന കുട്ടികളിൽ നിന്ന് സഹായം കിട്ടുമ്പോൾ അവരോട് സ്നേഹവും ബഹുമാനവും കാണിക്കണമെന്ന് ഇളയ കുട്ടികളെ നിങ്ങൾ ബോധ്യപ്പെടുത്തുമോ എന്നുള്ളതാണ്. പലപ്പോഴും പല വീട്ടിലും ഇല്ലാത്ത ഒരു കാര്യമാണ് അല്ലേ? എപ്പോഴും മുതിർന്ന കുട്ടികൾക്കാണ് എന്ത് ചെയ്യുക, എല്ലാം വഴക്കും ശകാരവും എല്ലാം കേൾക്കുന്നത് അല്ലേ? അപ്പോൾ മുതിർന്ന കുട്ടികളോട് താഴെയുള്ള കുട്ടികൾ എങ്ങനെ പെരുമാറണം, അവരെ ഏതൊക്കെ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ പരിഗണന കൊടുക്കണം എന്ന് 2025 ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2025 തീരുമ്പോഴേക്കും നിങ്ങൾ പ്രത്യാശ നൽകുന്ന ചില ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതൊരു റിസർച്ച് പേപ്പറിൽ കണ്ട കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവരും ഇത് അവരുടെ ലൈഫിൽ പ്രയോഗിക്കുക. ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും വളരെ വ്യക്തമായിട്ടുള്ള പ്രത്യാശ നൽകുന്ന ഒരു ഉത്തരം നമ്മളെ കുട്ടിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.